ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AnusFoodWorldലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമുക്കിന്നൊരു അടിപൊളി മുട്ടക്കറി ആയാലോ. നമ്മൾ വഴറ്റി കുറേ സമയമൊന്നും കളയാണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കുക്കറിൽ ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പ്ലീസ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുക്കറിലാണ് നമ്മൾ ഈ ഒരു മുട്ടക്കറി ചെയ്യുന്നത്. ഞാനിവിടെ ഒരു കുക്കർ ഗ്യാസ് ഓൺ ചെയ്തൊന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അടി കട്ടിയുള്ള കുക്കർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നല്ല വേഗത്തിൽ, വളരെ വേഗത്തിൽ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റിയുള്ളൊരു മുട്ടക്കറിയാണേ. അപ്പോൾ ഇതാ കുക്കർ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നോട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാനിവിടെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൂടെ തന്നെ ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തും ഒരു 2 കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ. ഒരു 30 സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് അതിൻ്റെ ഒരു പച്ചക്കുത്ത് മണം മാറി വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 മുട്ടയുള്ള കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 6 വലിയ സൈസിലുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത്. നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മുട്ടക്കറി കുറേ അങ്ങ് വഴറ്റി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ഒരു സവോള വഴറ്റിയാൽ മാത്രം മതി. നമുക്കറിയാം സവോളയൊക്കെ വഴറ്റാൻ നിന്നാൽ കുറേ സമയം എടുക്കും. നമ്മുടെ മുട്ടക്കറിയുടെയൊക്കെ രീതിയിൽ സവോള വഴറ്റിയെടുക്കണമെങ്കിൽ എത്രമാത്രം സമയം എടുക്കും നമുക്കറിയാം അല്ലേ. നമ്മളിത് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി വഴറ്റിയാൽ മതി. അപ്പോൾ അതിൻ്റെ ആ സവോളയൊന്ന് വാടി അതൊന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയിൽ നമ്മൾ ഈ ഒരു സമയത്ത് മാത്രമാണ് കുറച്ചൊന്ന് വഴറ്റിയെടുക്കുന്നത്. ആ മസാലയൊക്കെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ആ സവോളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി ഒന്ന് വഴണ്ടി വരണം. ഒരു 5 മിനിറ്റ് നമുക്ക് തീ കൂട്ടിയിട്ട് തന്നെ വഴറ്റിയെടുക്കാം. തീ കുറച്ചിടേണ്ട കാര്യമൊന്നുമില്ല, നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെ വഴറ്റാം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സവാളയൊക്കെ ഒന്ന് വാടി കണ്ടല്ലോ, ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ആ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി കൂടുതലൊന്നും വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് ഫ്ലേവറിനായിട്ട് ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് പൊടികൾ ചേർത്തുകൊണ്ടാണ് തീ ഒന്ന് കുറച്ച് വയ്ക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കുറേ സമയമൊന്നും വേണ്ട, ഒരു 30 സെക്കൻഡ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ആ പൊടികളുടെ ഒരു പച്ചക്കുത്ത് മണം മാറി വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സൈസിലുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തക്കാളിയും കൂടി ഈ ഒരു മസാലയിൽ ഒന്ന് കൂടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒന്നും കൂടി കൂട്ടിയിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. 1 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ആ തക്കാളി മസാലയിലൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വന്നോട്ടെ. അപ്പോൾ ഇതാ ഇത്രയും മതി. തക്കാളി ഒന്ന് മസാലയ്ക്കായിട്ട് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേ ഒന്നും വേണ്ട, ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് വെള്ളം നോക്കാം. ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കി അതിൻ്റെ എയറെല്ലാം പോയിട്ട് തുറന്നെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ വിസിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ 2 വിസിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിടാം. അപ്പം അതിൻ്റെ എയറെല്ലാം പോയപ്പോൾ ഞാനൊന്ന് തുറന്നെടുത്തിട്ടുണ്ട്. അപ്പം ഇതാ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നന്നായി തന്നെ നമ്മുടെ സവാളയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. നമുക്ക് വീണ്ടും ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം.
നിങ്ങൾക്ക് ഈ മുട്ടക്കറി നല്ല റോസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ഗ്രേവി വേണം. ഈ ഒരു കറി എന്ന് പറയുന്നത് ഇരുന്ന് തന്നെ ഒന്നും കൂടി ഒന്ന് കുറുകി വരുന്ന ഒരു കറിയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ 1 കപ്പ് വരെ വെള്ളം ചേർക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇതൊന്ന് തിളയ്ക്കണം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഇത് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയും ഒരു മണവും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കണം. 1 മിനിറ്റ് നേരം ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ മതി. നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ആ മുട്ട ഓരോന്നും ഒന്ന് വരഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആ മുട്ടയില മസാലയൊക്കെ ഒന്ന് പിടിക്കണം. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് സെറ്റായിട്ട് വരണം. ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. നമുക്ക് തീ ഓഫാക്കിയിടാം. നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലേക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച ശേഷം നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കാണാം കേട്ടോ. കണ്ടല്ലോ, അടിപൊളിയായിട്ടില്ലേ ആ ഒരു ഗ്രേവി. നമ്മൾ കറക്റ്റ് റെസ്റ്റോറൻറ്റ് വാങ്ങിക്കുന്ന മുട്ടക്കറി പോലെ തന്നെ ഇരിക്കുന്നത്. കാണാനും അതുപോലെ തന്നെ നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആണ്. കുട്ടികളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം കാണാം കേട്ടോ. താങ്ക് യു.